എന്താണ് മീഡിയ എത്തിക്സ്? വളരെ ചുരുക്കി അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചാനലുകൾക്ക് ഇല്ലാത്തത് എന്താണോ അതാണ് മീഡിയ എത്തിക്സ്. ഈ കൊലപാതകം, ഭീകരാക്രമണം, പിന്നെ ഈ നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തം, ഇങ്ങനത്തെ സംഭവമൊന്നും ആഘോഷിക്കാനുള്ളൊരു കാര്യമല്ല. ഇവർക്ക് വേണ്ട എന്താണ്? ഇവരിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവർ പറയും, ഓക്കെ ഒരാൾ മരിച്ചു. അപ്പോൾ അടുത്തയാൾ പറയും ഒന്നല്ല 2 പേര് മരിച്ചു, ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. മറ്റേ ചാനൽ പറയും 2 അല്ല 3 പേര് മരിച്ചു, ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. എന്നെ തെന്നുകളാന്ന് നോക്കി. എന്നുവെച്ചാൽ ഇവരുടെ ഒന്നും വീട്ടിലല്ല ഈ പ്രശ്നം നടക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കൊട്ടിഘോഷിച്ചവരെന്ന് പറയാം. അപ്പം ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പം ഇതിൽ അഫക്ട് ചെയ്ത ആൾക്കാർ ഈ വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നത്? ഇവരെന്താ ഓർക്കാത്ത? എന്നിട്ട് ഇവരിത് 2 ദിവസം കൊട്ടിഘോഷിച്ച് നടക്കും. 3-ാമത്തെ ദിവസം എന്തെങ്കിലും കേസ് വരും, എന്നിട്ട് അതിൻ്റെ പുറകെ പോകും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി ഇലക്ഷൻ വരാൻ പോവല്ലേ, ഉടനെ ഇവർ ഈ യുദ്ധം വിട്ട് ഇലക്ഷൻ്റെ അതിലോട്ട് കയറും. പിന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പുണ്യാളന്മാരായതുകൊണ്ട് ഇലക്ഷന് മുമ്പ് എന്തെങ്കിലും ഒരു പെണ്ണ് കേസ് നിർബന്ധമാണ്. അത് ഉടനെ പൊങ്ങിക്കൊണ്ട് വരും എവിടുന്നേലും. അന്നേരം ഇവരെല്ലാം അതിൻ്റെ പുറകെ പോകും. ഇങ്ങനെ ഒരു നാറിയ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. എന്തെങ്കിലും ഒരു ന്യൂസ് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ അതിൻ്റെ സത്യാവസ്ഥ വെരിഫൈ ചെയ്തിരിക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ന്യൂസ് ചാനൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിൽ എത്ര ചാനലുകൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് സത്യമാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. ഏത് ന്യൂസ് ചാനലും അല്ലെങ്കിൽ ഏത് ജേർണലിസ്റ്റും ഒരു കാര്യത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരതിൻ്റെ കോണ്ടെക്സ്റ്റിനെ പറ്റി പറയണം. എന്ന് വെച്ചാൽ എന്ത് സാഹചര്യത്തിലാണ് ഈ സംഭവം നടന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചത്. അപ്പം ഇത് കേൾക്കുന്ന ആൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാകണം. വാട്ട് കോസ്റ്റ് വാട്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നോ. അവർ എന്ത് നടന്നു എന്ന് പറയും, കൂടെ അവർ കുറേ ഡ്രാമയും തിരികെ കയറ്റും. എന്നിട്ട് അവരുടെ ഇമാജിനേഷൻ വെച്ച് അവർ പറയും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനി ഇങ്ങനെയൊക്കെ ഇന്ന് സംഭവിച്ചത് കൊണ്ട് നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്തെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് കേൾക്കുന്ന ആളുടെ മാനസികാരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കും എന്ന് നോക്കിയിട്ട് മാത്രം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഒരു ചാനലും ഇത് ഫോളോ ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം നടക്കുന്ന മിഡിൽ ഈസ്റ്റ് നടക്കുന്ന യുദ്ധം. മലയാളം ചാനലുകളെ പറ്റിയുള്ള എൻ്റെ തിയറി ഇങ്ങനെയാണ്, ഇത് പാലിൽ വെള്ളം കലക്കുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ചെറിയൊരു ന്യൂസ് കിട്ടും, ഇവരതിൻ്റെ അകത്ത് മാക്സിമം ഇവരുടെ സാധനം കുത്തിക്കയറ്റി പുറത്ത് നട്ടടിക്ക് നോക്കിയാൽ കള്ളമാണെന്ന് തോന്നാത്ത രീതിയിൽ അത്രയും ഇവർ ഡൈല്യൂട്ട് ചെയ്തൊരു ന്യൂസ് ഇറക്കും. ഇപ്പം ഞാനിന്ന് കുറേ ആൾക്കാരുടെ മീൻസ് മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്, ചാനലുകളോട് അവർ ബെഗ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പേരൻസ് ഒക്കെ നാട്ടിലുണ്ട്, നിങ്ങളിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള വാർത്ത കൊടുത്ത് അവരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ല. ഈ വാർത്തേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാരെ ഇവർ ഈ ഫേക്ക് ആയിട്ട് കൊടുക്കുന്ന വാർത്ത എന്തൊക്കെ രീതിയിൽ ട്രോമറ്റൈസ് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവർക്കെല്ലാം ഫണ്ടിങ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ബിസിനസ്സുകാർ ഫണ്ട് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഫണ്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഇവരെല്ലാം ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ചാനലുകളാണ്. എന്ന് വെച്ചാൽ ഇവർ ഇൻകം സോഴ്സ് ആണ്. അവർക്കെതിരെ നാളെ ഒരു കേസ് വന്നാൽ ഇവർ ആദ്യത്തെ 2 ദിവസം മിണ്ടത്തില്ല. വേറെ ഏതെങ്കിലും വാർത്തക്കാർ എന്നെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഇവർ ജസ്റ്റ് ഇവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു വാർത്ത കൊടുക്കും. എല്ലാവരും ഇങ്ങനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അത് നമ്മൾ മാറും ഓർക്കും, പക്ഷെ അത് മാറുന്നില്ല. ഞാൻ അങ്ങനെ കേട്ടു അതാണ് ശരി എന്നും പറഞ്ഞ ആൾക്കാരോട് പറയാതെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടു, ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടെ നിന്നാണ് ഞാൻ കേട്ടത്, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് മാത്രം ന്യൂസുകൾ കൈമാറുക. Cheers.